ഹലോ നല്ല നമസ്കാരം. ധമാൽ 4 ഹോളിവുഡിലെ ഏറ്റവും മെന്റൽ കോമഡി എന്ന് പറയുന്ന ആ ഒരു ഫ്രാഞ്ചൈസിയിലുള്ള ഒരു സാധനം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ ആ പരമ്പരയിലെ 4ാമത്തെ ചിത്രം ധമാൽ തിയേറ്ററിൽ ഇന്ന് റിലീസായിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയുണ്ട് സിനിമ എന്നും പൈസ വസൂലാണോ എന്നൊക്കെ നമുക്ക് അതോ പണി പാളിയോ എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് ഒന്ന് കീറി മുറിക്കാം. ഈ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തലച്ചോറ് വീട്ടിൽ എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് വച്ചിട്ട് മാത്രം തിയേറ്ററിൽ പോവുക. എങ്കിൽ മാത്രമേ ഈ സിനിമ ദഹിക്കത്തുള്ളൂ. ലോജിക്ക് എവിടെയാണ് എന്നൊന്നും നോക്കരുത്. സംവിധായകൻ ഇന്ദ്രകുമാർ ഇത്തവണയും നമുക്ക് മുന്നിലേക്ക് വച്ചിരിക്കുന്ന ഒരു പക്ക ക്ലീൻ നോൺസെൻസ് ഫാമിലി അഡ്വഞ്ചർ കോമഡിയാണ്. കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ബേസിക് പ്ലോട്ടായിട്ടുള്ള പഴയ ധമാൽ സിനിമയെ പോലെ തന്നെയാണ്. ഒരു വലിയ നിധി അത് തേടിപ്പോകുന്ന കുറച്ച് കഥാപാത്രങ്ങൾ. ജാക്കി ഷറഫിൻ്റെ ഒരു തകർപ്പൻ സർപ്രൈസ് ക്യാമിയോ റോളോടുകൂടിയാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും ഒരു വലിയ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന നിധിയുടെ രഹസ്യം പുറത്തു വരികയാണ്. ഒരു വലിയ ഗുഹയ്ക്കുള്ളിൽ ഒരു ഭീമൻ എം ചിഹ്നത്തിന് താഴെയാണ് ഈ നിധി ഉള്ളതെന്നും ഇത് കണ്ടെത്താൻ രവി കിഷോർ അവതരിപ്പിക്കുന്ന ഒരു മോഡേൺ കടൽ കൊള്ളക്കാരൻ കഥാപാത്രവും രംഗത്തുണ്ട്. ഈ നിധിയെക്കുറിച്ച് അറിയുന്നതുകൂടി നമ്മുടെ നായകന്മാർ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞു ഓട്ടം തുടങ്ങിയാണ്. ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മുടെ മാസ് ഹീറോ അജയ് ദേവഗണും അതോടൊപ്പം തന്നെ സഞ്ജയ് മിശ്രയുമാണ്. അജയ് ദേവഗൺ ഒരു വിവാഹിതയായിട്ടുള്ള ഒരു സ്ത്രീയുമായിട്ട് ഒരു അഫെയർ, അതിനെ തുടർന്ന് അതിൻ്റെ ഒരു ലഹളയിലാണ് പുള്ളി നീങ്ങിപ്പോകുന്നത്. പിന്നെ രണ്ടാമത്തത് നമ്മുടെ സ്വന്തം ആദി മാധവ് കോംബോ, ആദർശ് വാർസിയും അതോടൊപ്പം തന്നെ ജാവദ് ജാഫ്രിയുമാണ്. ആർഷാദിന് തൻ്റെ ഭാര്യയെ തിരികെ വേണം. പക്ഷേ കൂടെയുള്ള മാനവ് എപ്പോഴും അബദ്ധങ്ങൾ കാണിച്ച് കാര്യങ്ങൾ മൊത്തത്തിൽ വഷളാക്കി കയ്യിൽ നിന്ന് പോവുകയാണ്. മൂന്നാമത്തത് റിതേഷ് ദേശ്മുഖിയും. പിന്നെ പുള്ളിയാണ് ഇത്തവണ ഒരു കട്ട ബീഹാറി ഒരു ലാംഗ്വേജ് സ്റ്റൈലിലാണ് വരുന്നത്. ഒരു ധനികനായിട്ടുള്ള പെൺകുട്ടിയെ കെട്ടി രക്ഷപ്പെടാൻ നോക്കുന്ന ഹൃദേശിൻ്റെ ജീവിതത്തിലേക്ക് അബദ്ധത്തിൽ അഞ്ജലി ആനന്ദിൻ്റെ കഥാപാത്രം കടന്നു വരുന്നു. ഇവർ തമ്മിലുള്ള വഴക്കാണ് ഈ ട്രാക്കിൻ്റെ ആ ഒരു കോമഡി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ 3 ഗ്രൂപ്പുകളും പല വഴിക്ക് തിരിഞ്ഞ് പരസ്പരം പാര വച്ച് ഓടി ഒടുവിൽ കാട്ടിലെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടുന്ന കൂടിയാണ് തിയേറ്ററിലെ ആവേശത്തിനകത്തുന്ന ആ ഒരു ഇൻ്റർവെല്ലിലെ ബ്ലോക്ക് വരുന്നത്. രണ്ടാം പതിയിലേക്ക് കടക്കുമ്പോൾ സിനിമ നേരെ ഹോളിവുഡ് പടമായിട്ടുള്ള ജംഗിൾ ക്രൂസിലെ പോലെ ഒരു മൂഡിലേക്ക് മാറുകയാണ്. കാടും ഗുഹയും ഒക്കെ ആയിട്ട് ഫുൾ അഡ്വഞ്ചറാണ്. ഇവിടെയാണ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഫിസിക്കലായിട്ടുള്ള കോമഡി രംഗങ്ങൾ വരുന്നത്. CGI വഴി ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് മുതലയും കടുവയും പാമ്പും ഡോൾഫിനും ഒക്കെ തുടങ്ങിയ മൃഗങ്ങൾ നമ്മുടെ നായന്മാരെ ഓടിക്കുന്നതും ഇവർ മരങ്ങളിൽ തൂങ്ങിക്കിടന്നുമായിട്ടുള്ള സ്റ്റാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡി രംഗങ്ങൾ തിയേറ്ററിൽ നല്ല രീതിയിൽ ചിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ തടാകത്തിലെ ആ ഒരു ഫീമൻ ഓപ്റ്റോപ്സിൻ്റുമായിട്ടുള്ള ആ ഒരു രംഗം ഉണ്ടല്ലോ, കിടിലമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പുലിയുമായിട്ട് അതും വലിയ കുഴപ്പമില്ല. എന്നാൽ സിനിമയിൽ എല്ലാം അത്ര സുഖമാണെന്ന് ചോദിച്ചാൽ ചില നെഗറ്റീവുകളും തിരക്കഥയിലുണ്ട്. അത് ഒന്നാമത്തേത് ചിത്രത്തിലെ മൃഗങ്ങളുടെ VFX ആണ്. വളരെ കൃത്രിമമായിട്ട് തോന്നിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. രണ്ടാം പകുതിയിൽ ആ ഒരു ഹ്യൂമൻ ചെയിൻ രംഗം എന്ന് പറയുന്ന ഒരു സാധനം, കഥാപാത്രങ്ങൾ ഒരു മല ഇടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ കൈകോർത്ത് നിൽക്കുന്ന ഒരൊറ്റ സീൻ മാത്രമുണ്ടല്ലോ, ഏകദേശം 10-15 മിനിറ്റ് വലിപ്പിച്ചു എന്ന് പറയാം. ഇത് സിനിമയ്ക്ക് ഒരു വലിയ ഒരു ലാഗ് തന്നെ ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അഞ്ജലി ആനന്ദിൻ്റെ ശരീരത്തെ വെച്ചുകൊണ്ടുള്ള ബോഡി ഷെയ്മിങ് തമാശകൾ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ശരീരം ഒരു വലിയ ഒരു പ്രശ്നമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ശരീരം ഇത് വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് തിരക്കഥാകൃത്ത് തന്നെ ആലോചിക്കേണ്ടതാണ്. പിന്നെ അതിന് നിന്നു കൊടുക്കുന്ന അഞ്ജലി ആനന്ദിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ അതിനു വേണ്ടി നിന്നു കൊടുക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള മറ്റൊരു കാര്യമാണ്. എങ്കിലും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ സ്ക്രിപ്റ്റ് നമ്മളെ ചെറിയ രീതിയിൽ ഒരു സർപ്രൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ വെറുമൊരു അടിപിടി കോമഡിയിൽ അവസാനിപ്പിക്കാതെ കഥാപാത്രങ്ങൾക്കിടയിലെ സൗഹൃദത്തിൻ്റെയും ഒരു ചെറിയ ഇമോഷൻ ട്രാക്കും കൂടി ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അജയ് ദേവഗൺ പോലൊരു വൻ താര അദ്ദേഹത്തെ സ്ക്രീനിൽ ക്ലൈമാക്സിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത് റിതേഷ് ദേശ്മുഖിയാണ്. അദ്ദേഹത്തിൻ്റെ വൈകാരികമായ പ്രകടനം തിയേറ്ററിൽ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതോടൊപ്പം തന്നെ ഗുലാബി സാഡി പോലെയുള്ള ഹിറ്റ് പാട്ടുകളും റീമേക്സും തിയേറ്ററിൽ ഒരു ആവേശം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ അവസാനം ഈ 2 പാട്ട് ഒരുമിച്ച് എന്തിനാണ് കൊണ്ട് കുത്തിക്കയറ്റിയതെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാമായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമയിൽ വലിയ ലോജിക്കും ഗംഭീരമായിട്ടുള്ള കഥയും ഒക്കെ തിരയാതെ ഒരു നിരാശപ്പെടുത്താത്ത ഒരു കോമഡി സിനിമ എന്ന് പറയാം. കാരണം ഒരുപാട് ടെൻഷനൊക്കെ ആയിട്ടൊക്കെ നമ്മൾ ജീവിക്കുന്നതല്ലേ. വീക്കെൻഡിൽ പോയി കുടുംബത്തോടൊപ്പം കുട്ടികളുമായിട്ടൊക്കെ ഇരുന്ന് നന്നായിട്ട് ചിരിച്ച് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലം സിനിമ, കോമഡി സിനിമ എന്നുള്ള നിലയ്ക്ക് അത് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ധമാൽ 4 കാണാം.
ഒരു പക്ഷേ ഒരിക്കലും നിങ്ങളത് നിരാശപ്പെടുത്തില്ല. പൈസ വസൂലാകും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ളൊരു കോമഡി എൻ്റർടൈനർ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ സംസാരിക്കാം. താങ്ക് യു.